അല്ല ഇപ്പോൾ ഇവരുടെയൊക്കെ ഏതാണ്ട് ഒരു പകുതി സ്ട്രെസ് മാറിയിട്ടുണ്ടാവൂലേ മാഷേ? ക്രമേണ നോക്കേ ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേന് എല്ലാം ശരിയാവും. മാറ്റിയെടുക്കണം. ഈ ഭാഗത്താണ് പുറത്ത് ഇതുണ്ടോ ഈ ഇവിടുന്ന് ഒരു പണിയും എടുക്കല്ലേ? അതല്ലടോ ചങ്ങായി, നമ്മളിപ്പോ ചമ്മറം പടിഞ്ഞിരിക്കണത് കുഴപ്പമില്ല. നിങ്ങൾക്ക് വരുന്നുണ്ടോ അവിടെ? എനിക്ക് ഇവിടെ ഈ നൗകാസനം പറഞ്ഞില്ലേ, നൗകാസനം അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കേക്കണ്ടേ. അല്ലാന്ന് ഞാൻ ഇക്കെന്താ ഉണ്ടായിന്നറിയോ, ഈ കാല് ഒരു കാല് ഇവിടേക്ക് എടുത്ത് വെക്ക, ഈ തുടമുക്ക് വെക്കാൻ പറഞ്ഞേ, മറ്റേ കാല് ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ പറ്റണ്ട, അതിക്ക് പറ്റൂല പറഞ്ഞ ഞാൻ ചങ്ങാനോട് പറഞ്ഞാ കൂട്ടാക്കണ്ടേ. കക്കൂസിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നീക്കപ്പ എന്താ ചെയ്യാ, ഇരിക്കണ്ടെന്ന് വെച്ചാൽ അതും ശരിയല്ല, ഒരു കയറ് കിട്ടിയാ നിന്ന് കാര്യം സഹായിച്ചോളി. ഇതൊക്കെ ഒരു പോലീസുകാരനെ പൊന്തിക്കാൻ പറ്റില്ല. അല്ല അത് ഞാൻ പറഞ്ഞില്ല, ഇതിന് ശേഷമാണ് മറ്റേ മാർജാരാസനം ചെയ്തില്ലേ, ഈ രണ്ട് ഭാഗവും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പൊന്തിയല്ലോ, ഉള്ളിലേക്ക് വയറിങ്ങനെ വലിക്കണം പറഞ്ഞില്ലേ അപ്പൊ. അപ്പൊ അങ്ങനായതാണ്. ഇപ്പൊ എന്താ ചെയ്യാ, ഞാൻ തീരെ വയ്യാന്ന് ഡോക്ടറെ കണ്ടുവരും. കുറച്ചു ദിവസം ചെയ്താൽ മാറുന്ന മൂപ്പര് പറഞ്ഞ, അടുപ്പിച്ച് ചെയ്ത് അങ്ങനെ മാറ്റണം എന്നാ പറഞ്ഞ മൂപ്പര്. യോഗ ട്രെയിനർ അയ്യാക്ക് പണിയൊന്നുമില്ലേ? ഹലോ. ആ മൻമോഹൻ സാറേ നമസ്കാരം. എന്താണ് മാഷേ? അതെ, ഞാനിവിടെ ക്ലാസ്സിൽ വന്നതാണ്, ആരും വന്നില്ലല്ലോ. കുട്ടികളാരും അല്ല, നമ്മളെ പോലീസുകാരും വന്നിട്ടില്ലേ? ഇല്ല, ആരും വന്നില്ല. അയ്യോ, അത് കുറച്ച് സമയം കൂടെ സാറൊന്ന് നോക്കുവോ? അല്ല, അരമണിക്കൂറായി അതാ ഞാൻ. ഓ സമയം എത്ര ആയല്ലേ? അതെ സാറേ, നമ്മളിപ്പോ ഇത് തുടങ്ങിയിട്ട് ഒരു ദിവസം ആയല്ലേ ഉള്ളൂ, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? അല്ല അതാ ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ഞാനിതൊന്ന് അന്വേഷിക്കട്ടെ. എന്നാ പിന്നെ സാറ് വരുന്നുണ്ടോ? അത് ഞാനേ ഇപ്പൊ ജിമ്മില് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല അപ്പോ ഇന്നത്തെ ക്ലാസ് സാറിനെ ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി ശരി. ഓക്കെ. എന്തൊരു കഷ്ടമാണ്. കഴുതകൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പദ്ധതി ഉണ്ടാക്കി വെച്ചത്. ഇവിടെ കുട്ടിയിരുന്നും വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ആരാന്നോടോ നിങ്ങളെയൊക്കെ വിചാരം? നിങ്ങൾ എൻ്റെ മേലുദ്യോഗസ്ഥനാണോ? ആണോന്ന്? ഈ യോഗ ക്ലാസ് ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളെയൊക്കെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ എൻ്റെതല്ല. അപ്പൊ അതൊക്കെ തോന്നിയ ദിവസം കാണിക്കുക. ക്ലാസ് കെട്ടിയ നിങ്ങളൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആണോ? എടോ, ഒരു മെൻഡറെ വളരെ കഷ്ടപ്പെട്ട് ഒപ്പിച്ച് നിങ്ങളെയൊക്കെ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾ വന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല സാർ, ഞങ്ങൾ വന്നപ്പോ എത്ര മണിക്ക് നിങ്ങൾ? അയാൾ 6:30 മണിക്ക് എന്നെ വിളിച്ചു, ഇവിടെ ആരും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. 1/2 മണിക്കൂർ അയാൾ ഇവിടെ വെയിറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ തോന്നിയ ദിവസം കാണിക്കുന്നല്ലേ? നന്നാവൂല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒറ്റയാണോ നന്നാവൂല. നിങ്ങളൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് എത്രയും പെട്ടെന്ന് എക്സ്പ്ലനേഷൻ കിട്ടണം. എല്ലായിടത്തും പറയുക. എല്ലാവർക്കും ഞാൻ മെമ്മോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പ്രിന്റ് എടുത്തിന് അങ്ങോട്ട് തരണ കാര്യമുള്ളൂ. സാറേ, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. കഴിഞ്ഞ് വീടെത്തുമ്പോൾ 6 മണിയായി. എന്നിട്ട് ഫ്രഷ് ആയിട്ട് വരാൻ കുറച്ച് വൈകിപ്പോയി. താനൊരു സീനിയർ ആയിട്ടുള്ള ആളല്ലോ. താനല്ലേ ഈ കാര്യങ്ങൾ നോക്കേണ്ടത്. താൻ മുടന്ന ന്യായം പറയുന്ന. ഫസ്റ്റ് മമ്മ തനിക്കാ വരാൻ പോണേ. എന്താണോ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു.
ഒന്ന് ആശ്വാസമുണ്ടോ? സുഗത, ആ ഒരു ക്ഷീണം മാറിയില്ലേ? അല്ലേ? ഓ, ഞാനേ ഡോക്ടറുമായിട്ട് സംസാരിച്ചു കേട്ടോ. പെട്ടെന്ന് ഉണ്ടായ അവരൊരു BP ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. വേറെ പേടിക്കാനൊന്നുമില്ല. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മാഡം. വേറെ കുഴപ്പമൊന്നുമില്ല. സുഗത, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഒന്നുമില്ല. പിന്നെ ഞാനങ്ങോട്ട് സാറേ ആ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാ. അപ്പോൾ നമ്മുടെ ആ യോഗയ്ക്കുണ്ടായിരുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് പറഞ്ഞത്. എന്തു പറ്റി? അല്ല, യോഗ ചെയ്തിട്ട് എന്തെങ്കിലും? അതൊന്നും അല്ല. സാറ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയതാണ്. അതെ, പക്ഷേ സുഗതന് പ്രത്യേകിച്ച് ഇച്ചിരി മാനസിക പിരിമുറുക്കം കൂടുതലുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. അതെ അതെ, അത് പക്ഷെ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന്. പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ യോഗയുടെ ക്ലാസ് വീണ്ടും തുടങ്ങണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, പിരിമുറുക്കം ഇവരെ പൂർണ്ണമായിട്ടും മാറ്റണം. ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. പ്രത്യേകിച്ച് പിരിമുറുക്കം കൂടുതലുള്ളവർക്ക് സാറ് കൂടുതൽ ട്രെയിനിങ് കൊടുത്തോ കേട്ടോ. നാളെ എല്ലാവരും സുഗതൻ 2 ദിവസം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. സാറേ ഒരു സെക്കൻഡ്. അതുകൊണ്ട് തന്നെ മറ്റു തൊഴിലെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് പോലെ കുടുംബങ്ങളുമായിട്ട് ഒത്ത് കുട്ടികളുമായിട്ടൊക്കെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കും കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ മേലുദ്യോഗസ്ഥരുടെ ഈ കർക്കശമായിട്ടുള്ള ഒരു നിലപാടുണ്ടല്ലോ, അതും ഒന്ന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിപ്പോൾ സാറ് ചെയ്യുന്നത് ജോലിഭാരം കൂടുതലുള്ള ഇവരെ കൊണ്ട് യോഗ നിർബന്ധിച്ച് ചെയ്യിക്കുകയാണ്. സത്യത്തിൽ ഈ യോഗ ചെയ്യുന്നത് തന്നെ അവർക്കൊരു ഭാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതുപോലുള്ള സ്ട്രെസ്സുകൾക്ക് യോഗ ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിയല്ല.